Hello and welcome back to Venice Educare. As promised, ഞാൻ ICSE സ്റ്റുഡൻസിനെ മെർച്ചൻ്റ് ഓഫ് വെനീസിൻ്റെ സീൻ 8ഉം 9ഉം ആക്ട് 2വിൻ്റെ സീൻ 8ഉം 9ഉമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. സോ ബിഫോർ വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ് us just move on to the lesson, to the act, scene 8. In this scene, Shylock discovers the elopement of his daughter with a Christian and her theft of gold and jewels while fleeing. This intensifies his hatred for Christians and his desire for revenge. Salarino and Salanio talk about a shipwreck and hope that it is not Antonio's. The scene further highlights Antonio's love for Bassanio as he bids farewell to him with tearful eyes. Now, ഈ ഒരു സീനിൻ്റെ സമ്മറിയാണ് ഞാനിപ്പോൾ വായിച്ചത്. സോ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്? ഷൈലോക്ക് ഡിസ്കവേഴ്സ് ദാറ്റ് ജെസിക്ക ഹാസ് റൺ അവേ. ഷീ ഹാസ് റൺ അവേ വിത്ത് എ ക്രിസ്ത്യൻ ആസ് വെൽ ആസ് വിത്ത് ലോട്ട് ഓഫ് ജുവൽസ് ഫ്രം ഹിസ് ഹൗസ്. And then there is a talk between Salarino and Salanio who are talking about news regarding a shipwreck, and they hope that it is not Antonio's ship. And then towards the end of the scene 8, Antonio is bidding farewell to Bassanio as he is going to Belmont. Okay, appo namukku dialogues lotu kadakam. Scene 8 is set at Venice, a street. Enter Salarino and Salanio. Salarino: why man, I saw Bassanio under sail. With him is Graciano gone along, and in their ship I'm sure Lorenzo is not there. So Salarino and Salanio conversationലാണ്, and Salarino പറയാണ് സലാനിയോട്, ഞാൻ കണ്ടു ബസാനിയോ കപ്പലിൽ കയറി പോണത്, ഗ്രേഷ്യാനോ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു, പക്ഷേ ലോറൻസോ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല, അതെനിക്ക് ഉറപ്പാണ്. Salanio: the villain Jew with outcries raised the Duke, who went with him to search Bassanio's ships. അപ്പോൾ സലാനിയോന് മറുപടിയായിട്ട് പറയാണ്, ആ ജൂ രാത്രി തന്നെ പോയിട്ട് ഡ്യൂക്കിനെ വിളിച്ചുണർത്തി, എന്നിട്ട് ലൊറൻസോനെയും ജെസിക്കനെയും കൂടി എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരണം, അവരെൻ്റെ പൈസയുമായിട്ട് രണ്ടുപേരും ഓടിക്കളഞ്ഞു എന്ന് കരഞ്ഞ് പിടിച്ച് പാതിരാത്രിക്ക് ഡ്യൂക്കിനെ വിളിച്ചുണർത്തി. ആൻഡ് ഡ്യൂക്കിനെ വല്ലാണ്ട് ശല്യം ചെയ്തിട്ട് അവസാനം ഡ്യൂക്ക് അദ്ദേഹത്തിൻ്റെ, അതായത് ഷൈലോക്കിൻ്റെ ഒപ്പം ഇവരെ രണ്ടുപേരെയും തേടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. സലാറിനോ സേസ് ഹി കെയിം ടു ലേറ്റ്, ദ ഷിപ്പ് വാസ് അണ്ടർ സെയിൽ. അപ്പോൾ സലാറിനോ പറയണം, ഡ്യൂക്ക് എത്തിയായിരുന്നു, ഹാർബറിലോട്ട് എത്തിയായിരുന്നു, പക്ഷേ അപ്പോഴത്തേനും ഷിപ്പ് പോയി കഴിഞ്ഞിരുന്നു. ബട്ട് there the Duke was given to understand that in a gondola were seen together Lorenzo and his amorous Jessica. Besides, Antonio certified the Duke they were not with Bassanio's in his ship. സോ സാറിന് പറയണ ഡ്യൂക്ക് എത്തിയായിരുന്നു, പക്ഷെ ഡ്യൂക്കിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ലൊറൻസോയും ജെസിക്കയും കൂടി ഒരു ചെറിയ ഒരു ഫ്ലാറ്റ് ബോട്ടംഡ് ബോട്ട് യൂസ്ഡ് ഓൺ ദി കനാൽസ് ഓഫ് വെനീസ്, അതിലാണ് അവർ പോയിക്കുന്നത് രണ്ടുപേരും, അല്ലാതെ ബസാനിയ പോയ കപ്പലിൽ അവർ പോയിട്ടില്ല എന്നുള്ളത് ഇൻഫർമേഷൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആൻറ്റോണിയോ അത് ഉറപ്പും കൊടുത്തിട്ടുണ്ട്, ബസാനിയുടെ ഷിപ്പിൽ അവർ പോയിട്ടില്ല എന്നുള്ളത്. സലാനിയോ: I never heard a passion so confused. ഞാൻ ഒരിക്കലും ഇത്രയും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യനെ കണ്ടിട്ടില്ല. So strange, outrageous and so variable as the dog Jew did utter in the streets. So he is referring to the Jew Shylock. He was crying out walking on the street. ആ സ്ട്രീറ്റിൽ മൊത്തം നടന്നുകൊണ്ട് ഉറക്കെ കരയായിരുന്നു. എന്താണ് കരഞ്ഞുകൊണ്ടിരുന്നത്? മൈ ഡോട്ടർ, ഓ മൈ ഡക്കേർട്സ്, ഓ മൈ ഡോട്ടർ ഫ്ലാറ്റ് വിത്ത് എ ക്രിസ്ത്യൻ, ഓ മൈ ക്രിസ്ത്യൻ ഡക്കേർട്സ്, ജസ്റ്റിസ്, ദ ലോ, മൈ ഡക്കേർട്സ് ആൻഡ് മൈ ഡോട്ടർ, എ സീൽഡ് ബാഗ്, 2 sealed bags of ducats, of double ducats stolen from me by my daughter. സോ മകള് പോയതിൻ്റെ ഒപ്പം തന്നെ പൈസ പോയതും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ആ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഔട്ട്ക്രൈ നടത്തുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് സലാനിയോ പറയുന്നത്. ആൻഡ് ജുവൽസ്, ടു സ്റ്റോൺസ്, ടു റിച്ച് ആൻഡ് പ്രഷ്യസ് സ്റ്റോൺസ് സ്റ്റോളൻ ബൈ മൈ ഡോട്ടർ ജസ്റ്റിസ്, ഫൈൻഡ് ദ ഗേൾ, ഷീ ഹാഡ് ദ സ്റ്റോൺസ് അപ്പോൺ ഹെർ ആൻഡ് ദ ഡക്കറ്റ്സ്. സോ ഡക്കറ്റ്സ്, ആസ് ഓൾ ഓഫ് യു നോ, ദ കോയിൻസ് ആണ്, അവിടുത്തെ കോയിൻസിനെയാണ് ഈ ഡക്കറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ എൻ്റെ മകളെ കണ്ടുപിടിച്ച് തരൂ, എൻ്റെ ഡക്കറ്റ്സ് കണ്ടുപിടിച്ച് തരൂ. ആ ഡക്കറ്റ്സ് എല്ലാം ക്രിസ്ത്യൻ കൊണ്ടുപോയി, അതായത് ജെസിക്ക എടുത്തേക്കുന്ന ഡക്കറ്റ്സ് നാച്ചുറലി ഇറ്റ് വിൽ ഗോ ടു ലോറൻസോ. അപ്പോൾ ദാറ്റ് ഇസ് വൈ ഹി ഈസ് റെഫറിങ് എ ടേം ആസ് ക്രിസ്ത്യൻ ഡക്കറ്റ്സ്, ബിക്കോസ് ഓൾ ദി ഡക്കറ്റ്സ് ഹാവ് നൗ ബിക്കം ഓർ ആർ നൗ ഓൺഡ് ബൈ ദ ക്രിസ്ത്യൻ ലോറൻസോ. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ എണ്ണിപ്പറക്കിക്കൊണ്ടാണ് ഷൈലോക്ക് ആ സ്ട്രീറ്റിലൂടെ നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിന് ഒന്നും കൂടി ഒന്ന്
ഉറപ്പ് വരുത്തിക്കൊണ്ട് സലാറിനോ പറയാണ് ശരിയാണ്, എല്ലാ കുട്ടികളും ആ സ്ട്രീറ്റിലത്തെ എല്ലാ ബോയ്സും ഷൈലോക്കിൻ്റെ പിന്നാലെ ഷൈലോക്കിനെ മിമിക്രി ചെയ്തുകൊണ്ട് പിന്നാലെ നടപ്പുണ്ട്. സലാനിയോ അതിൻ്റെ ഇടയ്ക്ക് പറയും, ലെറ്റ് ഗുഡ് ആൻറ്റോണിയോ ലുക്ക് ഹി കീപ് ഹിസ് ഡേ ഓർ ഹി ഷാൽ പേ ഫോർ ദിസ്. സോ ഇവിടെ ഒരു സീരിയസ് ഇഷ്യൂ അവർ സംസാരിച്ചുകൊണ്ട് വരുവാണ്. അവർ പറയാണ്, ആൻറ്റോണിയോ ഷുഡ് ട്രൈ ടു റീപേ ഹിസ് ലോൺ ഓൺ ടൈം ഓർ ഷൈലോക്ക് വിൽ ക്രിയേറ്റ് havoc and it will create a lot of problem in Antonio's life. And he says that a Christian has to pay for the losses another Christian has made him to suffer. So he's referring to Bassanio. So Bassanio is also a Christian, Antonio is also a Christian. അപ്പോൾ ഒരു ക്രിസ്ത്യന് വേണ്ടി വേറൊരു ക്രിസ്ത്യൻ സഫർ ചെയ്യേണ്ട ഒരു ഗതികേട് വരാണ്ടിരിക്കട്ടെ, ബസാനിയോയ്ക്ക് വേണ്ടി ആൻറ്റോണിയോ സഫർ ചെയ്യാൻ ഒരിട വരാതിരിക്കട്ടെ, ആൻറ്റോണിയോയ്ക്ക് എല്ലാ കടങ്ങളും തീർക്കാൻ പറ്റട്ടെ എന്നിങ്ങനെ സലാനിയോ വിഷ് ചെയ്യുമ്പോഴാണ് സലാറിനോ പറയുന്നത്, Mary well remembered I reasoned with a Frenchman yesterday who told me the narrow seas that part the French and the English, they miscarried a vessel of our country richly fraught. I thought upon Antonio when he told me and I wished in silence that it were not his. So ആ ഒരു റെഫറൻസ് വന്നപ്പം സലാറിനോ പറയാണ്, ഞാൻ ഇന്നലെ ഒരു ഫ്രഞ്ച് മാനെ കണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു എന്നോട് ദാറ്റ് ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ് ആ ഒരു ബോർഡറിൽ വെച്ചിട്ട്, സീയുടെ ബോർഡറിൽ വെച്ചിട്ട് നമ്മുടെ കൺട്രീനെ ബിലോങ് ചെയ്യുന്ന ഒരു ഷിപ്പ് റെക്കായിട്ടുണ്ട്. ആൻഡ് ആ ഷിപ്പിൽ നിറച്ച് വിലപ്പെട്ട സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് ആൻറ്റോണിയോനെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വിഷ് ചെയ്തു ആ ഒരു കപ്പൽ ആൻറ്റോണിയോയുടെ ആവരുതേ എന്ന് ഞാൻ വിഷ് ചെയ്തു എന്നുമാണ് ഇവിടെ സലാറിനോ പറയുന്നത്. സലാനിയോ, യു വേ ബെസ്റ്റ് ടു ടെൽ ആൻറ്റോണിയോ വാട്ട് യു ഹിയർ യെറ്റ് ഡു നോട്ട് സഡൻലി ഫോർ ഇറ്റ് മേ ഗ്രീവ് ഹിം. സോ സലാനിയോ പറയണത്, നീ എന്താണോ കേട്ടത് അത് പോയിട്ട് ആൻറ്റോണിയോ അറിയിക്കുക തന്നെ വേണം. പക്ഷെ അറിയിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ പറയരുത്, പതുക്കെ മെല്ലെ പറയണം, അല്ലെങ്കിൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ ആൻറ്റോണിയോയ്ക്ക് ഒരു ഷോക്കായി പോകും. സലാറിനോ, A kinder gentleman treads not the earth. A kinder gentleman refers to Antonio. ആൻറ്റോണിയോ പോലെയുള്ള ഒരു കൈൻഡ് മാൻ ഈ ലോകത്ത് ഇപ്പോൾ ജീവനോട് ഇരിപ്പുണ്ടോ എന്ന് അറിയില്ല. അത്രയ്ക്ക് പാവം ഒരു മനുഷ്യനാണ് ആൻറ്റോണിയോ. ആൻറ്റോണിയോ പോലെ വേറൊരാൾ ഈ ലോകത്ത് ഉണ്ടാവില്ല. ഐ സോ ബസാനിയോ ആൻഡ് ആൻറ്റോണിയോ പാർട്ട്. ഞാൻ ബസാനിയോയും ആൻറ്റോണിയോയും തമ്മിൽ പിരിയുന്ന രംഗം നേരിട്ട് കണ്ടു. ബസാനിയോ ടോൾഡ് ഹിം ഹി വുഡ് മേക്ക് സം സ്പീഡ് ഓഫ് ഹിസ് റിട്ടേൺ. ബസാനിയോ പറഞ്ഞു ആൻറ്റോണിയോട് ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാമെന്ന്. അതിന് മറുപടിയായിട്ട് ആൻറ്റോണിയോ എന്താ പറഞ്ഞേ? ഹി ആൻസർ, ഡു നോട്ട് സോ സ്ലബർ, not business for my sake, Bassanio, but stay the very ripening of the time. And for the Jew's bond which he hath of me, let it not enter in your mind of love. Be merry, and employ your chiefest thoughts to courtship and such fair ostents of love as shall conveniently become you there. And even there, his eye being big with tears, turning his face, he put his hand behind him, and with affection wondrous sensible, he wrung Bassanio's hand, and so they parted. So എന്താണോ സലാറിനോ കണ്ടത് ആ ഫുൾ സീൻ ഇവിടെ സലാനിയോക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തുകൊണ്ട് പറയാണ്, ആൻറ്റോണിയോ പറഞ്ഞു, നീ എനിക്ക് വേണ്ടി തിരിച്ച് പെട്ടെന്ന് വരണം എന്നൊന്നും ചിന്തിക്കേണ്ട. ഇപ്പോൾ ജൂനോട് നമ്മൾ ചെയ്തേക്കുന്ന ആ ഒരു പ്രോമിസും ആ ഒരു ബോണ്ടിനെ പറ്റിയൊന്നും നീ ചിന്തിക്കുകയേ വേണ്ട. നീ അവിടെ പോയിട്ട് നിനക്ക് സമയം എടുത്ത് കറക്റ്റ് സമയമാകുമ്പോൾ നീ നിൻ്റെ പ്ലാൻ അവിടെ പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ആൻഡ് അവിടെ be happy and you should concentrate on the thoughts of your love and how you are going to win your love. എങ്ങനെയാണ് നിനക്ക് നിൻ്റെ പോഷിനെ ജയിക്കാൻ പറ്റുക എന്നൊക്കെയുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. ആൻഡ് ഇതൊക്കെ പറയുമ്പോഴത്തേനും ആൻറ്റോണിയോയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കണ്ണുകൾ നിറഞ്ഞ് കണ്ണിൽക്കൂടെ വെള്ളം ഇങ്ങനെ കണ്ണീരായിട്ട് ഒഴുകുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ തല തിരിച്ചു. ആൻഡ് പിന്നീട് അദ്ദേഹം ബസാനിയോനെ നോക്കിയേയില്ല, കൈകൊണ്ട് വീശി ബൈ കാണിച്ചിട്ട് അവർ രണ്ടുപേരും പിരിഞ്ഞു എന്നാണ് ഇവിടെ സലാനിയോട് പറയുന്നത്. റൈറ്റ്. സലാനിയോ അതിന് മറുപടിയായിട്ട് പറയാണ്, ഐ തിങ്ക് ഹി ഓൺലി ലവ്സ് ദ വേൾഡ് ഫോർ ഹിം. ആൻഡ് സലാനിയോ പറയാണ്, എനിക്ക് തോന്നുന്നു ആൻറ്റോണിയോ ഈ ലോകത്തിനെ സ്നേഹിക്കുന്നത് ഈ ലോകത്ത് ബസാനിയോ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഐ പ്രേ ദീ ലെറ്റ് us ഗോ ആൻഡ് ഫൈൻഡ് ഹിം ഔട്ട്. നമുക്ക് പോയിട്ട്, ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളോട്, നമുക്ക് പോയിട്ട് ആൻറ്റോണിയോ എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കാം. ആൻഡ് ക്വിക്കൻ ഹിസ് എംബ്രേസ്ഡ് ഹെവിനെസ് വിത്ത് സം ഡിലൈറ്റ് ഓർ അതേഴ്സ്. നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി അവൻ്റെ ആ മൂഡ്, ഹെവി ആയിട്ട് സാഡായിട്ടിരിക്കുന്ന ആ ഒരു മൂഡ് നമുക്ക് എന്തെങ്കിലുമൊക്കെ തമാശകൾ പറഞ്ഞ് ഒന്ന് മാറ്റാൻ ശ്രമിക്കാം.
സെലാറിനോ ഡു വി സോ, ശരി നമുക്ക് അങ്ങനെ ചെയ്യാം എന്നും പറഞ്ഞിട്ട് അവർ ആൻറ്റോണിയോനെ തേടി പോകുന്നു. ഇത് ഇവിടെ വെച്ച് ആക്ട് 2 സീൻ 8 കഴിയുന്നു. റൈറ്റ് നൗ സീൻ 9 സമ്മറിയിൽ പറയുന്നത്, ഇൻട്രൊഡക്ടറി പാർട്ടിൽ പറയുന്നത്, ദ സീൻ ഷിഫ്റ്റ്സ് ടു പോഷ്യാസ് ഹൗസ് അറ്റ് ബെൽമോണ്ട് വേർ ദ പ്രിൻസ് ഓഫ് ആരഗൺ മേക്സ് ഹിസ് ചോയ്സ് ഓഫ് ദി കാസ്കറ്റ്സ്. He selects the silver casket which contains an idiot's head. Silver stands for conceit, vanity, and self-deception, all the three traits of Arragon's personality. Portia is quite relieved as Arragon departs. She is then informed of the arrival of a Venetian suitor. Nerissa prays that a new suitor should be Bassanio. Thus ends the second act with the anticipation of the fulfillment of the lottery of the casket. So Morocco choose ചെയ്തത് ഗോൾഡൻ കാസ്കറ്റ് ആയിരുന്നു. അതിനകത്ത് നമ്മൾ കണ്ടു ദർ വാസ് എ സ്കൾ. ഇനി ഇവിടെ രണ്ടാമത് ചൂസ് ചെയ്യാൻ പോണത് സിൽവർ കാസ്കറ്റ് ആണ്. അതിൻ്റെ ഉള്ളിൽ ഇറ്റ് കണ്ടെയ്ൻസ് ആൻ ഇഡിയറ്റ്സ് ഹെഡ്. സോ നൗ only the lead is left. So as audience നമുക്കറിയാം ഇനിയും ലെഡിലാണ് പോഷ്യയുടെ പോർട്രേറ്റ് ഉള്ളതെന്നുള്ളത്. ഓക്കെ, സോ the scene is right in Belmont in a room at Portia's house, and enter Nerissa with a servant. Now Nerissa is saying, quick, quick, I pray thee, draw the curtain straight. The Prince of Arragon hath taken his oath and comes to his election presently. So ആര് കാസ്കറ്റ് ചൂസ് ചെയ്യാൻ വന്നാലും നമുക്കറിയാം അവർ നേരെ ആദ്യം പോയി ചാപ്പൽ അല്ലെങ്കിൽ പ്രെയർ ഹാളിൽ പോയിട്ട് അവരെന്ത് ചെയ്യണം, ഓത്ത് എടുക്കണം. ഓത്ത് എടുത്തു കഴിഞ്ഞിട്ടാണ് അവർ നേരെ കാസ്കറ്റ് ഇരിക്കുന്ന റൂമിലോട്ട് വന്നിട്ട് അവിടെ നിന്ന് കാസ്കറ്റ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നെറീസ ഓടി വന്നിട്ട് കാസ്കറ്റ് ഇരിക്കുന്ന റൂമിനെ ഗാർഡ് ചെയ്യുന്ന ആൾക്കാരോട് പറയണം, പെട്ടെന്നാവട്ടെ, പ്രിൻസ് ഓഫ് ആരഗൺ ഓത്ത് എടുത്തു കഴിഞ്ഞു, അദ്ദേഹം വരുന്നുണ്ട്, ഇവിടെ കാസ്കറ്റ് ചൂസ് ചെയ്യാൻ വരുന്നുണ്ടെന്ന് അറിയിക്കുന്നു. ആൻഡ് ദെൻ മ്യൂസിക്, ഫ്ലറിഷ് ഓഫ് കോർണറ്റ്സ്, മ്യൂസിക് ഈസ് ബീങ് പ്ലേഡ് ആസ് പ്രിൻസ് ഓഫ് ആരഗൺ ഈസ് എൻറ്ററിങ്, റൈറ്റ്? So enter the Prince of Arragon, Portia, and their trains. Portia, behold, there stands the casket, noble prince. If you choose that wherein I am contained, straight shall our nuptial rites be solemnized. But if you fail, without more speech, my lord, you must be gone from hence immediately. So Portia parayana da irikunu 3 കാസ്കറ്റ്സും താങ്കൾ കറക്റ്റായിട്ടുള്ള കാസ്കറ്റ്, എൻ്റെ പോർട്രേറ്റ് ഉള്ള കാസ്കറ്റ് താങ്കൾ ചൂസ് ചെയ്താൽ നേരെ നമ്മൾ വിവാഹിതരായി മാറും. അതല്ല, നിങ്ങൾ ആ തെറ്റായ ഒരു സംഭവമാണ്, ഒരു കാസ്കറ്റാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഒരു വാക്ക് പോലും മിണ്ടാതെ നിങ്ങൾ ഇവിടുന്ന് പോവേണ്ടി വരും. റൈറ്റ്? ആരഗോൺ പറയാണ്, ഐ എം എൻജോയ്ഡ് ബൈ ഓത്ത് ടു ഒബ്സർവ് 3 things. എനിക്കറിയാം, ഐ എം ബൗണ്ട് ബൈ 3 things. ഞാൻ മൂന്ന് സാധനങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഓത്തെടുത്തേക്കുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ്, നെവർ ടു അൺഫോൾഡ് ടു എനിവൺ വിച്ച് കാസ്കറ്റ് ഇറ്റ് വാസ് ഐ ചൂസ്. ഞാൻ ഏത് കാസ്കറ്റാണ് ചൂസ് ചെയ്തതെന്ന് ഞാൻ ആരോടും പറയില്ല. നെക്സ്റ്റ്, ഇഫ് ഐ ഫെയിൽ ഓഫ് ദി റൈറ്റ് കാസ്കറ്റ്, നെവർ ഇൻ മൈ ലൈഫ് ടു വൂ എ മെയ്ഡ് ഇൻ വേ ഓഫ് എ മാരേജ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഒരിക്കലും തെറ്റായ ഒരു കാസ്കറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരിക്കലും വേറൊരു പെൺകുട്ടിയുടെ വിവാഹത്തെപ്പറ്റി സംസാരിക്കാൻ പാടില്ല. തേർഡ്, lastly, if I do fail in fortune of my choice, immediately to leave you and be gone. മൂന്നാമത്തത്, ഞാൻ കാസ്കറ്റ് തെറ്റായി ചൂസ് ചെയ്താൽ എത്രയും പെട്ടെന്ന് ഈ ബെൽമോന്ത് വിട്ടു പോവുക, പിന്നെ ഒരിക്കലും ബെൽമോന്തിലോട്ട് വരാണ്ടിരിക്കുക. ഈ 3 ഓത്താണ് ഞാൻ എടുത്തേക്കുന്നതെന്ന് ആരഗോൺ വീണ്ടും കൺഫേം ചെയ്യാണ്. പോഷ്യ, to these injunctions everyone doth swear that comes to hazard for my worthless self. Portia here is saying that any suitor who comes to win her, ആരൊക്കെ ഇവിടെ വരുന്നു അവളെ വിജയിക്കാൻ വേണ്ടി, അവളെ ജയിക്കാൻ വേണ്ടി, they have to take all these 3 conditions. They have to take oath, and then only he stands a chance to win her poor self. അവളെ ആ പാവം പിടിച്ച് അവളെ ഓൺ ചെയ്യണമെങ്കിൽ ഈ 3 ഓത്തും എടുത്താൽ മാത്രമേ ഏത് സൂട്ടറിനും മുന്നോട്ട് കടക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് പോഷ്യ പ്രിൻസ് ഓഫ് ആരഗണിനോട് പറയുന്നു. ആൻഡ് നൗ ദ പ്രിൻസ് ഓഫ് ആരഗൺ is moving forward now. And so have I addressed me, fortune now to my heart's hope, gold, silver, and base lead. Who chooseth me must give and hazard all he hath. You shall look fairer before I give or hazard. What says the golden chest? Ha, let me see. Who chooseth me shall gain what many men desire. What many men desire, that many may be meant by the fool multitude that choose by show, not learning more than the fond eye doth teach.
which pries not to the interior but like a marlet builds in the weather on the outward wall, even in the force and road of casualty. So, what is he saying? He is just as Prince of Morocco did. He's going and he says, okay, I'm ready. I'm at rest means I'm ready. Let fortune help me and make me to choose the correct casket. And then he sees, okay, gold, silver and lead, 3 caskets. And then he goes to the first casket and he reads, who chooseth me must give and hazard all he hath. So the എവിടെ എഴുതിയേക്കുന്നത് ലെഡ് കാസ്കറ്റിന് മുകളിൽ. സോ ലെഡ് കാസ്കറ്റിന് മുകളിൽ എഴുതിയേക്കുന്ന ഇൻസ്ക്രിപ്ഷൻ വായിച്ചിട്ട് അദ്ദേഹം പറയാണ്, യു ഷാൽ ലുക്ക് ഫെയറർ എറി ഐ ഗിവ് ഓ ഹസാർഡ് ബിഫോർ ഐ റിസ്ക് എവറിത്തിങ് ദാറ്റ് ഐ ഹാവ്. ഐ തിങ്ക് യു നീഡ് ടു ലുക്ക് ബിറ്റ് മോർ ഫെയറർ. യു ആർ ജസ്റ്റ് എ ലെഡ്. നീ വെറും ഒരു ലെഡാണ്. നിനക്ക് കുറച്ചും കൂടി ഒരു പുകഴ്ചയുള്ള ഒരു മെറ്റലായാൽ മാത്രമേ നിന്നെ കണ്ടാൽ എന്തും റിസ്ക് ചെയ്യാൻ എനിക്ക് തോന്നുള്ളൂ. ആൻഡ് ദെൻ ഹി മൂവ്സ് ടു വാട്ട് സീസ് ദ ഗോൾഡൻ കാസ്കറ്റ്. ലെറ്റ് മീ സീ. ഗോൾഡൻ ചെസ്റ്റിൽ എന്താ എഴുതിയേക്കുന്നത് ഞാൻ നോക്കട്ടെ. ഹൂ ചൂസത്ത് മീ ഷാൽ ഗെയിൻ വാട്ട് മെനി മെൻ ഡിസയർ. എന്നെ ചൂസ് ചെയ്യുന്ന ആൾക്ക് കുറേ ആണുങ്ങൾ ഡിസയർ ചെയ്യുന്ന സംഭവം കിട്ടും. ആൻഡ് ദെൻ ഹി സേസ് വാട്ട് മെനി മെൻ ഡിസയർ. ഈ മെനിയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുന്നത് the multitude of fool people, the foolish people who always go by what they see. കണ്ണുകൊണ്ട് കാണുന്നത് മാത്രം ബിലീവ് ചെയ്യുന്ന കുറച്ച് വിഡ്ഢികളെയാണ് ഇവിടെ ആ മെനിയിൽ നിന്നും ഉദ്ദേശിച്ചേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അവർ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നത് വലിയ ഒരു സ്വർണ്ണപ്പെട്ടിയാണെങ്കിൽ അത് പോയി അങ്ങ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫൂൾസ് ആയിരിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അവർ ചിന്തിക്കില്ല. ദേ ഡോണ്ട് ഗോ ബിയോണ്ട് ദെയർ ഐസ്, റൈറ്റ്? ഇൻറ്റീരിയറിൽ എന്താണെന്നുള്ളത് അവർ ചിന്തിക്കില്ല. അവർ വിഡ്ഢികളാണ്. ശരിക്കും ആരെ പോലെ? മാർലറ്റ് എന്ന് പറയുന്ന ബേർഡിനെ പോലെ. ആ മാർലറ്റ് എന്ന ബേർഡ് എന്താ ചെയ്യുന്നത്? ആ ഒരു ബേർഡ് അതിൻ്റെ നെസ്റ്റ് ഉണ്ടാക്കുന്നത് എപ്പോഴും ഒരു വാളിൻ്റെ ഔട്ട്വേർഡ് സൈഡിലാണ്. വാളിൻ്റെ ഔട്ട്വേർഡ് സൈഡിൽ നെസ്റ്റ് ഉണ്ടാക്കിയാൽ എന്താ പറ്റുക? കാലാവസ്ഥയിൽ എന്ത് വ്യത്യാസം വന്നാലും അതൊക്കെ നേരിട്ട് ആ നെസ്റ്റിനെ എഫക്റ്റ് ചെയ്യും. അപ്പം ചിന്തിക്കാതെ, മാർലറ്റ് ഒരു ഫൂളിഷ് ബേർഡിനെ പോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മാർലറ്റ് ഒരു ഫൂളിഷ് ബേർഡ് എങ്ങനെ ഒരു ഔട്ട്വേർഡ് വാളിൽ നെസ്റ്റ് ബിൽഡ് ചെയ്യുന്നു, അതേപോലെ കുറച്ച് ഫൂളിഷ് ആൾക്കാർ ഔട്ട്വേർഡ് അപ്പിയറൻസ് മാത്രം നോക്കിയിട്ട് ചിലപ്പം ഗോൾഡിനെ ചൂസ് ചെയ്യുന്നുണ്ടാവാം. അവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് എത്ര ബുദ്ധിമുട്ട് വരുന്നോ, എന്തൊക്കെ കാഷ്വാലിറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നോ ഒന്നും ചിന്തിക്കാതെ ദേ ജസ്റ്റ് ബിലീവ് ഇൻ വാട്ട് ദേ സീ. ആൻഡ് ദെൻ ഹി സേസ്, ഐ വിൽ നോട്ട് ചൂസ് വാട്ട് മെനി മെൻ ഡിസയർ. ഞാനൊരു സാധാരണ വിഡ്ഢിയെ പോലെ അല്ലെങ്കിൽ ഒരു സാധാരണ ആളെ പോലെ ഞാൻ അതൊന്നും ചൂസ് ചെയ്യില്ല. ബിക്കോസ് ഐ വിൽ നോട്ട് ജംപ് വിത്ത് കോമൺ സ്പിരിറ്റ്സ്. എനിക്കൊരു കോമൺ മാനായി, ഒരു കോമൺ മാനിനെ പോലെ പെരുമാറാൻ എനിക്ക് പറ്റില്ല. ആൻഡ് റാങ്ക് മീ വിത്ത് ദ ബാർബറസ് മൾട്ടിറ്റ്യൂഡ്സ്. ഈ സാധാരണക്കാരെ പോലെ പെരുമാറിയിട്ട് എനിക്ക് ആ സാധാരണക്കാരുടെ ഗ്രൂപ്പിൽ, അവരുടെ ആ ഒരു ബാർബറസ് മൾട്ടിറ്റ്യൂഡിൽ ഒരാളായി മാറാൻ എനിക്ക് താല്പര്യമില്ല. വൈ ദെൻ ടു ദീ ദൗ സിൽവർ ട്രഷർ ഹൗസ്, ടെൽ മീ വൺസ് മോർ വാട്ട് ടൈറ്റിൽ ദൗ ഡോസ് ബിയർ. സോ ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം സിൽവർ കാസ്കറ്റിന് അടുത്തോട്ട് വന്നിട്ട് പറയാണ്, എന്താണ് നിൻ്റെ മുകളിൽ എഴുതിയേക്കുന്നത്? ഹു ചൂസത്ത് മീ ഷാൽ ഗെറ്റ് ആസ് മച്ച് ആസ് ഹി ഡിസേർവ്സ്. ഓക്കെ, നിന്നെ ചൂസ് ചെയ്യുന്ന ആൾക്ക് എന്താണോ ഡിസേർവ് ചെയ്യുന്നത്, എന്താണോ അയാൾ അർഹിക്കുന്നത്, അത് തീർച്ചയായിട്ടും കിട്ടും. റൈറ്റ്. ആൻഡ് വെൽ സെഡ് ടു. ഈ എഴുതിയേക്കുന്നത് കറക്റ്റ് ആണല്ലോ. വാട്ട് ഈസ് ബീങ് സെഡ് ഈസ് ആബ്സല്യൂട്ട്ലി കറക്റ്റ്. for who shall go about to cause and fortune and be honorable without the stamp of merits. So Arragon believes that the silver casket is a treasure house. Why? Because it contains wealth, as Portia's portrait. And he says that the inscription on the silver casket says that honor should go to him to whom honor is due, and that honor does not go to anybody who does not deserve it. Deserve ചെയ്യാത്ത ആളുടെ അടുത്തോട്ട് ഓണർ പോവാൻ പാടില്ല. ഓണർ പോണത് ഡിസേർവിങ് ആളുടെ അടുത്ത് മാത്രമായിരിക്കണം. ഹി ഓൾസോ ആഡ്സ് ദാറ്റ് നോബഡി ഈസ് പെർമിറ്റഡ് ടു ട്രിക്ക് ഫോർച്യൂൺ ബൈ ആസ്കിങ് ഹർ ഫോർ വാട്ട് ഹി ഡസൻ ഡിസേർവ്. അപ്പോൾ ഫോർച്യൂനെ വിളിച്ചുകൊണ്ട് ഡിസേർവ് ചെയ്യാത്ത കാര്യങ്ങളൊന്നും ആരും നേടാൻ പാടില്ല. അർഹിക്കപ്പെടാത്തതൊന്നും ആരും ആഗ്രഹിക്കാനും പാടില്ല, നേടാനും പാടില്ല. അതാണ് പ്രിൻസ് ഓഫ് ആരഗൻ്റെ ഒരു പോളിസി. ആൻഡ് ദെൻ
he says, "Let none presume to wear an undeserved dignity. Oh, that estates, degrees, and offices were not derived corruptly, and that clear honour were purchased by the merit of the wearer. How many then should cover that stand bare? How many be commanded that command? How much low peasantry would then be gleaned from the true seed of honour, and how much honour picked from the chaff and ruin of times to be new varnished." Now, this is something very important. The word estate means the positions of dignity. For example, knighthood, knight എന്ന് പറയും നമ്മൾ, ഡ്യൂക്ക് എന്ന് പറയും, അതൊക്കെ ഒരു പൊസിഷൻ ഓഫ് ഡിഗ്നിറ്റി ആണ്. പിന്നെ the word degree refers to the social position or prestige in a society, and the word office again refers to the post of responsibility that you have in a particular place. That is important, right? So Arragon is of opinion that officers' rank and dignity should be given to only the deserving people, right? The dishonest and corrupt people should not be given these officers' rank and dignity. And then he uses the word wearer. Wearer means the person who holds the title. So the person who holds the title should definitely deserve that, otherwise he should not be given. Then the line, "how many should cover that stand bare," means that if titles, offices, and dignities were given to the ones who deserve them, then all the people who now actually stand in front of their superior officers with uncovered heads, sometimes they should be given the superior position because they might be deserving it more than the person who is standing there right now. ഓക്കെ, ഇപ്പോൾ സുപ്പീരിയർ ഓഫീസറിൻ്റെ മുമ്പിൽ ഹെഡ് കവർ ചെയ്ത് നിൽക്കുന്ന പല ആൾക്കാരും ചിലപ്പോൾ ആ സുപ്പീരിയർ ഓഫീസർ നിൽക്കുന്ന ആ പൊസിഷനിൽ നിൽക്കാൻ അർഹതപ്പെട്ട ആൾക്കാരായിരിക്കാം അങ്ങനെ നോക്കുമ്പോൾ, റൈറ്റ്? ദെൻ ഹി യൂസസ് "how many commanded that command" means if dignities, titles and offices would be given to those who deserve them, then many people who give commands to their juniors would be serving to their juniors ആൻഡ് ടേക്കിംഗ് ദിയർ ഓർഡേഴ്സ്. അതായത് കമാൻഡറായിട്ട് നിന്ന് കമാൻഡ് കൊടുക്കുന്ന ആൾക്കാരും ആ കമാൻഡ് കേട്ട് നിൽക്കുന്ന ആൾക്കാരിൽ പല ആൾക്കാരും ഈ കമാൻഡറിൻ്റെ പൊസിഷനിൽ വരാൻ അർഹതപ്പെട്ട ആൾക്കാരായിരിക്കും. അതുകൊണ്ട് അർഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ആ പൊസിഷൻസ് കിട്ടാൻ പാടുള്ളൂ എന്നുള്ളൊരു ഫാക്റ്റാണ് ഇവിടെ പ്രിൻസ് ഓഫ് ആരഗോൺ പറയുന്നത്, റൈറ്റ്? And then he is using one more line, "how much low peasantry would then be gleaned from the true seed of honor, and how much honor picked from the chaff and ruin of the times." Now here the metaphor of harvesting and winnowing is used. Okay, and the chaff is separated from the grain by threshing and winnowing, which is known as gleaning. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു നെല്ലിങ്ങനെ നമ്മൾ കാറ്റത്തിങ്ങനെ മുറത്തിലിട്ടിങ്ങനെ കാറ്റത്ത് വീശി 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 ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് വിന്നോയിങ്. നമ്മൾ അതിനകത്തെ നെല്ലും അതിനകത്തെ ആ തൊലിയും സെപ്പറേറ്റ് ചെയ്യും, റൈറ്റ്? ഇൻ ദ സെയിം വേ Arragon says that if honor and distinction were bestowed upon men by merit, ഓരോരുത്തരുടെ മെറിറ്റ് അനുസരിച്ചാണ് ഓണറൊക്കെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, സച്ച് മെൻ വുഡ് ബി റിക്കവേർഡ് ഫ്രം ദി ലോ റാങ്ക്സ് ഓഫ് ലൈഫ്. ചിലപ്പോൾ താഴെ തട്ടിൽ കിടക്കുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ മെറിറ്റ് ഉള്ളത്. ഹൈ സൊസൈറ്റിയിൽ ജനിച്ചു എന്ന് മാത്രം കൊണ്ട് മെറിറ്റ് ഉണ്ടാവണം എന്നില്ല. ചിലപ്പോൾ താഴെ തട്ടിൽ കിടക്കുന്ന ആൾക്കാർക്കായിരിക്കും മുകളിലോട്ട് ഒരു സുപ്പീരിയർ റാങ്കിലോട്ട് വരാനുള്ള അർഹതയുള്ളത്. ആൻഡ് it would be restored to their much deserved glory and dignity. ഈ നമ്മൾ നെല്ലൊക്കെ ഇങ്ങനെ വിന്നോയിങ് ചെയ്യുമ്പോൾ നല്ല നല്ല നെല്ലുകൾ ചിലപ്പം ഈ ഒരു വേസ്റ്റിൻ്റെ കൂടെ താഴെ പോവാറുണ്ട്. ചിലപ്പോൾ അതിനെ നമ്മൾ പിക്ക് ചെയ്തെടുക്കണം. അതും ഈ നല്ല നെല്ലിൻ്റെ കൂട്ടത്തിൽ നിൽക്കാനുള്ള ഒരു നെല്ലാണ്. അത് അറിയാണ്ട് ഇങ്ങനെ താഴെത്തട്ടിൽ വീണ് പോണതാണ്. അപ്പം എത്രയോ അർഹതപ്പെട്ട ആൾക്കാർ അർഹിക്കുന്ന പൊസിഷൻസിൽ എത്തിയിട്ടില്ല. അങ്ങനെ എത്തണം എന്നാണ് Arragon സ്ഥാപിക്കുന്നത്, right? And then Arragon chooses the silver casket because he is thoroughly impressed by the inscription that is written on the silver casket. The reason for this is that he believes that he is a man of merit and he certainly deserves Portia. So അവൻ വിചാരിക്കുന്നത് ഞാൻ മാത്രമാണ് പോഷ്യനെ ഡിസേർവ് ചെയ്യുന്ന ആൾ എന്നൊരു ഒരു ചിന്തയിലൂടെ ആളെന്ത് ചെയ്യുന്നു, സിൽവർ കാസ്കറ്റ് ചൂസ് ചെയ്യുന്നു, റൈറ്റ്? ദെൻ
പോഷ്യ അപ്പം സിൽവർ കാസ്കറ്റിൻ്റെ മുമ്പിൽ കുറേ നേരമായിട്ട് ഇങ്ങനെ പ്രിൻസ് ഓഫ് ആരഗോൺ നിൽക്കുന്നത് കാണുമ്പം പോഷ്യ വന്നിട്ട് പറയാണ് ടു ലോങ് പോസ് ഫോർ ദാറ്റ് വിച്ച് യു ഫൈൻഡ് ദെയർ കുറേ യു ഹാവ് ബീൻ വൈ ആരഗൺ വൈ ആർ യു ടേക്കിംഗ് സോ മച്ച് ഓഫ് ടൈം ആഫ്റ്റർ ഓപ്പണിംഗ് ദ സിൽവർ കാസ്കറ്റ് വാട്ട് ആർ യു ഡൂയിങ് സോ ആ സിൽവർ കാസ്കറ്റ് തുറന്നിട്ട് ഇങ്ങനെ എന്താ പറയണേ ഷോക്ക്ഡായിട്ട് നിൽക്കുന്ന ആരഗണിനോട് പ്രിൻസ് ഓഫ് ആരഗണിനോട് പോഷ്യ പറയാണ് എന്താ ഇത്ര ഷോക്കായിട്ട് നിൽക്കുന്നത് വൈ ആർ യു ടേക്കിംഗ് സോ ലോങ് ടു ടെൽ ദാറ്റ് വാട്ട് യു ഹാവ് ഫൗണ്ട് ഇൻ ദ സിൽവർ കാസ്കറ്റ് Arragon says, what's here? The portrait of a blinking idiot presenting me a schedule? I will read it. How much unlike art thou to Portia? How much unlike my hopes and my deservings? Who chooseth me shall have as much as he deserves. Did I deserve no more than a fool's head? Is that my price? Are my deserts no better? So he is thoroughly shocked, right? So on opening the silver casket, Arragon is actually getting, or he's seeing a grinning idiot with half shut eyes holding a paper, and something is written in the paper, and he is actually speechless, and he is not able to believe that he deserves only an idiot's head. And he says that the discovery that he has discovered inside the silver casket is totally opposite to what he had actually thought. അദ്ദേഹം സ്വപ്നം കണ്ട് വന്ന് അതായത് തീരുമാനമെടുത്ത് തുറന്ന് ആ കാസ്കറ്റിൽ കണ്ടത് വിചാരിച്ചതിനെക്കാട്ടിലും നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ്. ആൻഡ് പോഷിയോട് ചോദിക്കുകയാണ് ഞാൻ ഇത്രയും ഡിസേർവ് ചെയ്യുന്നുള്ളൂ, ഞാൻ ഇത്രയ്ക്ക് മോശമാണോ, എനിക്ക് ഈ ഒരു ഇഡിയറ്റ് അല്ലെങ്കിൽ ഒരു ഫൂൾസിൻ്റെ ഹെഡ് കിട്ടാനുള്ള ഒരു അർഹത മാത്രമേ എനിക്കുള്ളൂ, ഞാൻ ഇത്രയ്ക്ക് മോശപ്പെട്ട ഒരാളാണോ എന്നാണ് ഇവിടെ ആരഗൺ ആകെ ഷോക്ക്ഡായിട്ട് ചോദിക്കുന്നത്. സോ പോഷ്യ സേസ് ടു ഒഫെൻഡ് ആൻഡ് ജഡ്ജ് ആർ ഡിസ്റ്റിങ്ക്റ്റ് ഓഫീസേഴ്സ് ആൻഡ് ഓഫ് opposed nature. So what is she saying? A person who offends and who judges are totally different people, right? Portia says that he is the one who has committed an offense by choosing the wrong casket. Now she further adds that he cannot demand the conditions of competition and proclaim himself as a judge of his own merits, because he is asking, no, that how can I get a fool's head? I deserve something more, much better than this എന്നുള്ളൊരു ചോദ്യം അവിടെ പോഷ്യയോട് ചോദിച്ചപ്പം പോഷ്യ പറയാണ് നിങ്ങൾ തന്നെയാണ് ഒഫൻസ് ചെയ്തത്, ഒഫൻസ് ഇൻ ദ ചൂസിങ് ദ റോങ് കാസ്കറ്റ്. ഇത് നിങ്ങൾ തന്നെ ജഡ്ജ് ആവാൻ നോക്കുവാണോ, ഞാൻ ഇതിലും കൂടുതൽ ഡിസേർവ് ചെയ്യുന്നുണ്ട്, ഇതല്ലല്ലോ ഞാൻ ഡിസേർവ് ചെയ്യുക എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ ജഡ്ജ് ആവാനും തീരുമാനിച്ചേക്കുവാണോ? അത് രണ്ടും ഒരാൾക്കാവാൻ പറ്റില്ല. സോ റൂൾ ഇസ് എ റൂൾ, ദാറ്റ് ഇസ് വാട്ട് ഷീ സേസ്. ആൻഡ് ദെൻ Arragon says, let me just read. The fire 7 times tried this. 7 times tried that judgment is, that did never choose amiss. Some there be that shadows kiss, such have but a shadow's bliss. There be fools alive, I wish, silver over, and so was this. I will ever be your head. So be gone, you are sped. സോ ദ സ്ക്രോളിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സിൽവർ ഈസ് എ മെറ്റൽ വിച്ച് ഈസ് ടെസ്റ്റഡ് 7 times ബൈ ദ ഫയർ. സോ ഒരു ഡെസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളും, ഒരു ജഡ്ജ്മെൻറ്റ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങളും 7 പ്രാവശ്യമെങ്കിലും ഒന്ന് ചിന്തിക്കണമായിരുന്നു. ആൻഡ് ദെൻ പറയുന്നത് ചില ആൾക്കാർ ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഷാഡോനെ തന്നെ ഫോളോ ചെയ്ത് നടക്കും. അപ്പം അങ്ങനത്തെ ആൾക്കാർ എങ്ങനെയാണ്? അൺറിയൽ ആൾക്കാരാണ്. അവർ ഹാപ്പിനെസ്സിൻ്റെ പിന്നാലെ അൺറിയൽ സാധനങ്ങൾ തേടി, അല്ലെങ്കിൽ അൺറിയൽ സാധനങ്ങളിൽ ഹാപ്പിനെസ് തേടി പോകുന്ന ആൾക്കാരാണ്. പിന്നെ there are some people who keep their hair white. Why? Because it is believed that the people who have grey hair, that means the people who are experienced, they are very wise and thoughtful. അപ്പം നരച്ച തലമുടിയുള്ളവർ ധാരാളം എക്സ്പീരിയൻസ് ഉള്ളവരായതുകൊണ്ട് അവർക്ക് നല്ല വിസ്ഡം, നോളജും വിസ്ഡവും ഉണ്ടാവും എന്നാണ് കരുതപ്പെടുന്നത്. അപ്പം ഫോളിഷായ ചില ആൾക്കാർ ഇങ്ങനെ നരച്ച മുടി ഡെലിബറേറ്റ്ലി വെച്ചുകൊണ്ട് നടക്കാറുണ്ട് ഇൻ ഓർഡർ ടു ഷോ ദാറ്റ് ദേ ആർ ഇൻ്റലിജൻറ്റ് പീപ്പിൾ. സോ അങ്ങനത്തെ ഒരു ഫൂളിൻ്റെ ഹെഡാണ് ഈ ഒരു സിൽവർ കാസ്കറ്റിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നത്.
ആരഗൺ എപ്പോഴും ഇനി ഓർമ്മയുണ്ടാവും ഇങ്ങനെയൊരു ഫൂൾസിൻ്റെ ഹെഡ് അദ്ദേഹത്തിന് കിട്ടിയത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്നാണ് ആ ഒരു ലെറ്ററിൽ മീൻ ചെയ്തിരുന്നത്. റൈറ്റ്. ആൻഡ് ദെൻ ആരഗൺ പോഷിയോട് ബൈ ബൈ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. Thus hath the candle sighed the moth. Oh, these deliberate fools, when they do choose, they have the wisdom by their wit to lose. So after Arragon leaves, Arragon പോയി കഴിഞ്ഞിട്ട് പോഷ്യ says that there is another moth. മോത്ത് എന്ന് വെച്ചാൽ ഈ നമ്മൾ ക്യാൻഡിലൊക്കെ ബേൺ ചെയ്ത് വെക്കുമ്പോൾ അതിനകത്ത് വന്ന് ചാടുന്ന പ്രാണികളുണ്ടല്ലോ, അവരെയാണ് ഈ മോത്ത് എന്ന് വെച്ച് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. So the moth that has burned itself in the flames of a candle. Portia is amused by the people who pretend to be very intelligent and very wise, but actually when they come and choose, the casket, the choice is always wrong. So she is saying ഈ ആൾക്കാർ ഇവർ പറയുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ, വലിയ വലിയ വൈസ് കാര്യങ്ങളൊക്കെ പറയും, പക്ഷെ ചൂസ് ചെയ്യുമ്പം എപ്പോഴും അവരെന്ത് ചെയ്യുന്നു? they just go and make the wrong choice. This is what she says. So Nerissa ഇതിന് മറുപടിയായിട്ട് പറയാണ്, the ancient saying is no hearsay. Hanging and wives go by destiny. So ചുമ്മാ അതല്ല പഴയ ആൾക്കാർ പറയുന്നത് ഡെത്ത് ആൻഡ് മാരേജ് ദേ ആർ ബേസ്ഡ് ഓൺ ദി ഡെസ്റ്റിനി, ഫെയ്റ്റ്, ഭാഗ്യമാണ്. എന്ത്? മരണവും മാരേജും ഓരോരുത്തരുടെയും തലവിധി പോലെ ഉണ്ടാവുകയുള്ളൂ. പോഷ്യ, come, draw the curtain, Nerissa. And the curtain is being drawn back. Then a servant enters. Where is my lady? എവിടെയാണ് പോഷ്യ? പോഷ്യ, ഹിയർ. വാട്ട് വുഡ് മൈ ലോഡ്? സോ പോഷ്യ കളിയാക്കിക്കൊണ്ട് സെർവൻറ്റിനോട് പറയാണ്, എന്ത് വേണം മൈ ലോഡ്? So servant says, Madam, there is a lighted at your gate a young Venetian, one that comes before to signify the approaching of his lord. അപ്പം മാഡം, നമ്മളുടെ ഗേറ്റിൽ ഒരു വെനീഷ്യൻ യങ് മാൻ വന്നിട്ടുണ്ട്, by in order to announce the arrival of his lord. And then the servant is so mesmerized. He's saying, സാധാരണഗതിയിൽ നമുക്ക് സ്പ്രിങ്ങിലത്തെ ദിവസങ്ങൾ കണ്ടാൽ അറിയാം നമ്മളുടെ വരാൻ പോകുന്ന സമ്മർ എത്ര ഗോർജസ് ആയിരിക്കും എന്ന്. അതേപോലെ തന്നെ അതിലും ഉപരിയായിട്ട് ഈ ഒരു മെസ്സഞ്ചർ വന്നേക്കുന്ന ആളെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും that his master is going to be extremely gorgeous person. So Portia പറയും, no more I pray thee, I am half afeared that thou will say anan he is some kin to thee. So പോഷ്യ പറയുന്നത്, മതി മതി നിർത്ത്, എനിക്ക് തോന്നുന്നു നീ ഇങ്ങനെ പുകഴ്ത്തുന്ന കാണുമ്പോൾ എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന ആൾക്കാർ നിൻ്റെ റിലേറ്റീവ്സ് ആണ് എന്ന് നീ പറയും എന്ന്. Thou spendest such high day wit in praising him. You are using such sweet good words in order to praise the servant and the master who is going to come. So എനിക്ക് തോന്നുന്നു കുറച്ച് നേരം കൂടി നീ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ നീ പറയും ആ വരാൻ പോകുന്നത് നിൻ്റെ റിലേറ്റീവ്സ് ആണെന്ന്. Come Nerissa, for I long to see quick Cupid's post that comes so mannerly. വരൂ നറീസ, എനിക്ക് കാണാൻ ധൃതിയായി പ്രിൻസ് ഓഫ് ലവ് ആയ ക്യൂപ്പിഡ് ഇനി ആരെയാണ് കൊണ്ടുവന്നേക്കുന്നത്? ഇത്ര ഭംഗിയുള്ള, ഇത്ര മാനേഴ്സോട് കൂടി വന്നേക്കുന്ന ഈ ഒരു സെർവൻറ്റും ഇനി അതിനെ ഫോളോ ചെയ്ത് വരാൻ പോകുന്ന മാസ്റ്ററും ആരാണെന്ന് എനിക്ക് കാണാൻ ധൃതിയായി നറീസ, വരൂ എന്ന് പറഞ്ഞ് നെറീസിനെ വിളിക്കുന്നു. അപ്പം നെറീസ ആഗ്രഹിക്കുകയാണ്, ഷീ ഈസ് വിഷിങ് ബസാനിയോ ലോർഡ് ലവ് ഇഫ് ദൈ വിൽ ഇറ്റ് ബി. ഓ, ഞാൻ ആഗ്രഹിക്കുന്നു ലോർഡ് ബസാനിയോ ആയിരിക്കണമേ ഈ വരാൻ പോണേ ട്രൂ ആള്. ദ മെസ്സഞ്ചർ ഷുഡ് ബി ഫ്രം ബസാനിയോ, വരാൻ പോകുന്ന ആള് ബസാനിയോ ആയിരിക്കണേ എന്നുള്ളൊരു വിഷയോട് കൂടിയാണ് നെറീസ ആരുടെ കൂടെ പോണത്? പോഷ്യയുടെ കൂടെ ഗേറ്റിൽ വന്ന് നിൽക്കുന്ന മെസ്സഞ്ചറിനെ കാണാൻ പോകുന്നത്. ഓക്കെ, സോ വിത്ത് ദിസ് വി conclude our Act 2. I hope the explanation is of great help to you people. ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെച്ചിട്ട് വേണം ഈ ഒരു എക്സ്പ്ലനേഷൻ കേൾക്കാൻ. I hope this has helped you. Please subscribe, share and like my videos. Thank you so much.